കേരള സംസ്ഥാന പോളിടെക്നിക്കിൻ്റെ കലോത്സവം 19 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ പോളിടെക്നിക്കിലേക്ക് എത്തിയിരിക്കുന്നത്, കണ്ണൂർ ജില്ലയിലേക്ക് എത്തിയിരിക്കുന്നത് വളരെ മികച്ച രീതിയിൽ, കഴിഞ്ഞ കൊല്ലങ്ങളേക്കാൾ മികച്ച രീതിയിലാണ് ഇവിടെ ഈ കലോത്സവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് വിവിധമായ പരിപാടികൾ നമ്മുടെ ഓൺ സ്റ്റേജ് ആയാലും ഓഫ് സ്റ്റേജ് ആയാലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ സംഘാടകർ അതിനെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരാത്ത രീതിയിലാണ് ഇതിൻ്റെ സംഘാടക സമിതി ഇത് ഇവിടെ വിവിധമായ സ്റ്റേജുകൾ ഒരുക്കി, മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത് ഇതിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കി, ഭക്ഷണമാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും കുട്ടികൾക്ക് പങ്കെടുക്കാൻ വരുന്ന കുട്ടികൾക്ക് താമസമടക്കം കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച രീതിയിലാണ് ഇവിടെ സംഘാടക സമിതി അത് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ അധ്യാപകരാണെങ്കിലും മറ്റ് ഇതിൻ്റെ സംഘാടക സമിതിയായി നിൽക്കുന്ന മറ്റു വ്യക്തികളാണെങ്കിലും, സംഘാടക സമിതി ചെയർമാൻ്റെ അടുത്ത് പ്രിൻസിപ്പാളാണ് ആശ മിസ്, സംഘാടക സമിതിയുടെ കൺവീനർ ജോയിലേട്ടനാണ്. ഇവരെല്ലാവരും ഈ ഒരു കലോത്സവം വളരെ മനോഹരമായി തീർക്കാൻ 4 ദിവസം വരുന്ന കുട്ടികൾക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത രീതിയിലാണ് ഇവിടെ കലോത്സവത്തിനകത്ത് വരുന്ന കുട്ടികളെ അവർ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വിവിധ ജില്ലകളിലെ കുട്ടികളാണ് ഇവിടെ ഏകോപിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്, അതുപോലെ ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യം, അതുപോലെ തന്നെ ഇവർക്ക് ഭക്ഷണം, എല്ലാ കാര്യങ്ങളും നോക്കണമല്ലോ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്? നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ഇത്രയും കൊല്ലമായിട്ട് ഈ ഇൻ്റർപോൾ രൂപീകരിച്ച് ഇത്രയും കൊല്ലമായിട്ട് ആദ്യമായിട്ടാണ് ഒരു പോളിടെക്നിക്കിൻ്റെ കലോത്സവത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾ കണ്ണൂരിനകത്ത് വഴി നടത്തിയിട്ടുണ്ട്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക്, നന്നായി ദിവസം പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആ ദിവസത്തെ ഉച്ചഭക്ഷണം നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉച്ചഭക്ഷണം കൊടുക്കുന്ന ഒരു രീതി തന്നെ ഇൻ്റർപോളി യൂണിയൻ്റെ കലോത്സവത്തിനകത്ത് നടക്കുന്നത്. കണ്ണൂരിൽ വെച്ച് നടക്കുന്ന കണ്ണൂരിൻ്റെ സംഘാടക സമിതിയുടെ മികവായിട്ടാണ് നമ്മളത് കാണേണ്ടത്. പിന്നെ താമസ സൗകര്യം ഇവിടെ ഒറ്റ ദിവസം തന്നെ 1100 വരുന്ന കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും താമസിക്കാനുള്ള സൗകര്യം ഇവിടെ സംഘാടക സമിതി ഒരുക്കിയിട്ടുണ്ട്. ആൺകുട്ടികൾക്ക് ഇവിടുത്തെ മെൻസ് ഹോസ്റ്റലിനകത്ത് വിശാലമായ രീതിയിൽ ഓരോ കോളേജുകാർക്കും ഓരോ റൂം വെച്ച്, ഇനിയിപ്പോൾ എണ്ണം കൂടുതലുണ്ടെങ്കിൽ 2 റൂം അലോട്ട് ചെയ്യുന്ന രീതിയിലും, പെൺകുട്ടികൾക്ക് ഗേൾസ് ഹോസ്റ്റൽ, അതിന് പുറമെ അപ്പുറത്തെ വുമൻസ് ഐറ്റി നമ്മൾ അതിൻ്റെ അകത്ത് ന്യൂ ബ്ലോക്ക് നമ്മൾ എടുത്തിട്ട് അവിടെയും നമ്മൾ വിദ്യാർത്ഥികൾക്കുള്ള താമസ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. വളരെ മികച്ച രീതിയിലാണ് ഇതിൻ്റെ താമസമായാലും മറ്റുള്ള കാര്യങ്ങളായാലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും കുട്ടികൾക്ക് ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഒരു രീതിയിലുള്ള കംപ്ലയിൻറ്റും നമുക്ക് താമസത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും പേരിൽ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഫുഡ് കോർട്ട് നമുക്കിവിടെ ഉണ്ട്. അവസാനത്തെ പരിപാടി കഴിയുന്നവരെയോ അത് എത്ര വഴിക്കാനും, ഇപ്പോൾ നാടൻപാട്ട് പുലർച്ചെ 3 മണി വരെ ഉണ്ടായിരുന്നു, അന്ന് 12:30 വരെ നമുക്ക് ഇവിടെ ഭക്ഷണത്തിന് ഫുഡ് കോർട്ട് സജീവമായിരുന്നു. 3 മണി വരെ സജീവമാണ്, നമുക്ക് ചായ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്രയും വരുന്ന എത്ര കുട്ടികൾ ഇവിടെ കാണാൻ വന്നവരെയും നമുക്ക് രജിസ്ട്രേഷനുള്ള 2000-2500 കുട്ടികളാണെങ്കിലും അത് കാണാൻ വരുന്ന കുട്ടികളെല്ലാം കൂട്ടി 10,000 കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കുമുള്ള ഭക്ഷണം ഈ കോളേജിനകത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടേക്ക് താമസവും മറ്റ് എല്ലാം ഈ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഒരുക്കിയാക്കണത്. അതിന് വേറെ രീതിയിലുള്ള ഒരു പുറത്തേക്ക് പോകേണ്ട മറ്റു കാര്യങ്ങളിലും ഒന്നിൻ്റെ ഒരു കുഴപ്പമില്ല. ട്രാൻസ്പോർട്ടേഷനായാലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മളവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അധ്യാപകരിൽ നിന്നും അതുപോലെ തന്നെ ഈ ഗവൺമെൻറ്റിൽ നിന്നും സപ്പോർട്ട് എത്രത്തോളം? അധ്യാപകരിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് വന്നു. ഗവൺമെൻറ്റിൽ നിന്നാണെങ്കിലും ഇപ്പോൾ ഡയറക്ടറേറ്റിൽ നിന്ന് ഈ തിരുവനന്തപുരം നമ്മുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ ഡയറക്ടറേറ്റിൽ നിന്നുള്ള വലിയ രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് നൽകുന്നുണ്ട്. DT എന്നാണെങ്കിലും നമുക്ക് വലിയ രീതിയിൽ ഇതിൻ്റെ നടത്തിപ്പിന് ആവശ്യമായ രീതിയിൽ നമുക്ക് IT അതിനകത്ത് അതൊരു ഈ പോളി മേഖലയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന അത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണല്ലോ. അപ്പോൾ നമുക്ക് താമസത്തിന് അവർക്ക് നമുക്ക് അവരുടെ ഒരു ന്യൂ ബ്ലോക്ക് തന്നെ അവർ നമുക്ക് താമസത്തിനായിട്ട് വിട്ടു തന്നിട്ടുണ്ട്. വളരെ നല്ല രീതിയിലാണ് ഇതിൻ്റെ ഒക്കെ എല്ലാ കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സംഘാടക സമിതി അത്രയും മികച്ച രീതിയിലാണ് ഈ കലോത്സവത്തിൻ്റെ ഇന്നീ നിമിഷം വരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും തുടർന്നു പോകുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. 1 മാസം മുമ്പാണ് ഈ കണ്ണൂർ പോളിടെക്നിക്കിലാണ് ഈ ഒരു കലോത്സവം നടക്കുന്നത്. ഇവർക്ക് അതായത് പോളിടെക്നിക്കിന് ഓർഡർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നാളത്തേക്ക്, അതായത് 27-ാം തീയതി അവസാനിച്ചു. അപ്പോൾ എന്താണ് ഈ മൊത്തത്തിൽ പറയാനുള്ളത്? അതുകൊണ്ട് വളരെ മികച്ച രീതിയിലാണ് കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഒരു മാസം അവർക്ക് കിട്ടിയിട്ട് അവരിപ്പോൾ പറയുന്നത് ഈ ഒരു മാസം ഇത്തിരി കൂടി മുമ്പ് പറയുകയാണെങ്കിൽ ഇതിനേക്കാൾ ഒന്നും കൂടി നന്നാക്കാൻ. പക്ഷേ നമുക്ക് അക്കാദമിക് ഇയറിന് അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന സമയത്ത് ഇതൊക്കെ അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അനൗൺസ് ചെയ്യുന്ന സമയത്ത് അനൗൺസ് ചെയ്തു. അവർ വളരെ മികച്ച രീതിയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു ഭക്ഷണം അടക്കം കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ കലോത്സവം നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. വളരെ നല്ലൊരു കലോത്സവമാണ് കണ്ണൂരിനകത്ത് നടത്തിയത് കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ വരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു രീതിയിലുള്ള പരാതികളോ മറ്റൊന്നുമില്ല. നിങ്ങൾ തന്നെ കുട്ടികളോട് ഇൻ്റർവ്യൂ എന്തെങ്കിലും ചോദിച്ചാൽ ബൈറ്റ് വെച്ചാൽ കുട്ടികൾ പറയും, പങ്കെടുക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ അവർ തന്നെ പറയും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടോ ഒരു കുട്ടിക്കും അനുഭവപ്പെടുന്നില്ല. അത് പെൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്ക് സ്റ്റേ ആണെങ്കിലും മറ്റു കാര്യങ്ങളായാലും അവർക്ക് എന്തായാലും ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂ വരികയാണെങ്കിൽ മെഡിക്കൽ റൂം നമ്മളോട് സജീവമുണ്ട്. പിന്നെ പോരാത്തതിന് ഇവിടുത്തെ ഹോസ്പിറ്റലുകൾക്ക് എല്ലായിടത്തും ആംബുലൻസ് സൗകര്യം നമ്മളോട് ഒരുക്കി എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ കൊണ്ടുപോകാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഈ ക്യാമ്പസിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം
ഭക്ഷണത്തിൻ്റെ, അതായത് ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ. അതുപോലെ തന്നെ കണ്ണൂരിലെ ജനങ്ങൾ ഒരുപാട് സ്നേഹസമ്പന്നരായ ആൾക്കാരാണ്. അപ്പോൾ അത് കേരളത്തിൽ മൊത്തത്തിൽ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ വിവിധ ജില്ലകളിലെ കുട്ടികളുടെ ഇത് നോക്കുമ്പോൾ വിവിധ ജില്ലയിലെ കുട്ടികളെന്ന് അവർക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള കലോത്സവം ഇപ്പോൾ ഇവിടെ 3ാം വർഷത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി 2 കലോത്സവം കണ്ട കുട്ടിയായിരിക്കും. 2ാം വർഷത്തിൽ പഠിക്കുന്ന കുട്ടി കഴിഞ്ഞ കൊല്ലത്തൊരു കലോത്സവം കണ്ട കുട്ടിയായിരിക്കും. അങ്ങനെ അവർ കണ്ടുവരുമ്പോൾ അവർ പറയുന്നത് ഏറ്റവും മികച്ച ഒരു കലോത്സവം ഇതാണെന്ന് കുട്ടികൾ തന്നെ പറയുന്ന ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട്. അത് കുട്ടികളോട് ചോദിച്ചാൽ തന്നെ മനസ്സിലാവും. അവർ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കലോത്സവം ഇതാണെന്ന് ആ കുട്ടികൾ പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ മികച്ച രീതിയിലാണ് കണ്ണൂരിനകത്ത് സംഘാടക സമിതി കലോത്സവത്തിനെ കൈകാര്യം ചെയ്തു പോകുന്നത്. അതിന് സംഘാടക സമിതിക്കും ബാക്കി എല്ലാവർക്കും ഞങ്ങൾ ഈ അവസരത്തിലൂടെ നന്ദി അറിയിക്കുകയാണ്.